Jain Cherthala proudly presents Team Master, Team Leader Jain Chetta, നമസ്കാരം. ഒരു കുടുംബത്തിന്റെ വിസ്താരം. ജയിന്റെ പെർഫോമൻസ് അടിവെച്ചതാണുള്ള രവീന്ദ്രനാഥ ടാഗോർ എന്ന് മുതലാണ് ഈ പഞ്ചായത്ത് വന്ന് ബൈക്ക് ഓടിച്ച് അങ്ങനെ മരിച്ചത്. ഒരു ഒറ്റ അടിവെച്ചതാണല്ലോ. എൻ്റെ ഒരു ആശ സലീം സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ സലീം സാറിന് തീർച്ചയായിട്ടും പെർമിഷൻ ആവശ്യമൊന്നുമില്ലല്ലോ. എന്തൊരു പരിപാടിയാണിത്? ദുബായിൽ സൈക്കിളിന്റെ വലങ്കൈ ആയിരുന്നു ഇത്. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ എന്നറിയുന്നില്ല. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ മലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലാ നമ്മുടെ ഈ കുടുംബസംഗമത്തിന്റെ കലാപരിപാടികളോടനുബന്ധിച്ച് ഇനി വേദിയിൽ മിമിക്സ് വൺമാൻ ഷോ അവതരിപ്പിക്കുവാൻ ഏഷ്യാനെറ്റ് കൈരളി മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവലിലൂടെ ശ്രദ്ധേയനായ ടെലിവിഷൻ താരം ജൂനിയർ വെള്ളാപ്പള്ളി മിസ്റ്റർ ജെയിൻ ചേർത്തലയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പ്രിയമുള്ള കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ. ഈ ഒരു കൂട്ടായ്മയിൽ എന്നെ കൂടി പങ്കെടുപ്പിച്ചതിന് ആദ്യം തന്നെ സംഘാടക സുഹൃത്തുക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ എളിയ കലാകാരൻ്റെ മിമിക്സ് വൺമാൻ ഷോ വേദിയിൽ സമാരംഭിക്കുകയാണ്. ചലച്ചിത്ര താരങ്ങളുടെയും സാമൂഹ്യ നേതാക്കന്മാരുടെയും ശബ്ദമാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ എന്നെ ഏറെക്കൂടി ജനശ്രദ്ധ ആകർഷിപ്പിച്ചത് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ രൂപവും ഭാവവും അവതരിപ്പിച്ചാണ്. ആയതിനാൽ ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ശബ്ദത്തോടുകൂടി ഈ പ്രോഗ്രാം വേദിയിൽ ആരംഭിക്കുകയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. സംഗമം, ഈഴവ മഹാസംഗമം, സംഗമം, തിരുവിതാംകൂർ ഈഴവ മഹാസംഗമം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സാമ്പത്തികമായിട്ട് ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് മൈക്രോ ഫിനാൻസ്. പ്രിയമുള്ളവരെ, ഇനി വേദിയിൽ മൺമറഞ്ഞു പോയ കാതികൻ ശ്രീ വി സാംബശിവൻ്റെ ഒരു കഥാപ്രസംഗത്തിൻ്റെ ഏതാനും ഏടുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. കൊള്ളാം, എല്ലാവരും ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, ലോകപ്രസിദ്ധ സാഹിത്യകാരൻ ശ്രീ ഹെർമൻ ഹെസ്സിൻ്റെ സുപ്രസിദ്ധമായ നോവലിൻ്റെ കഥാപ്രസംഗ ആവിഷ്കാരമാണ് സിദ്ധാർത്ഥ. സന്ധ്യാദീപ്തിയിൽ തെളിഞ്ഞു നിൽക്കുന്നൊരു പട്ടണത്തിന് വീതി. അത് അങ്ങോട്ട് നോക്കൂ. നന്നായി അലങ്കരിച്ച് അതിമനോഹരമായ ഒരു പല്ലക്ക് വരുന്നു. പല്ലക്കിന് പിന്നാലെ പല്ലക്ക് ചുമട്ടുകാരും ബാല്യക്കാരും. ഓ ഹൊയ്യ ഹൊയ്യ ഹൊയ്, ഓ ഹൊയ്യ ഹൊയ്യ ഹൊയ്, ഓ ഹൊയ്യ ഹൊയ്യ ഹൊയ്. അങ്ങനെ ആ പല്ലക്ക് മന്ദം വന്ന് ഒരു ഗേറ്റിനടുത്ത് വന്നു നിന്നു. ആ പല്ലക്കിനകത്തിരിക്കുന്ന ഗ്രാമത്തിലെ പട്ടണത്തിലെ സുന്ദരിയായ ഗണ്ണിക മല. അവളെ കണ്ടു കഴിഞ്ഞാലോ മാടി വിളിക്കും കണ്ണീരുകളുടെ കളിമുറ്റം. ആ വാലിട്ടെഴുതിയ കടമഴികൾ തൻ കടാക്ഷ നിക്ഷേപം. ആ മാടി വിളിക്കും കണ്ണീരുകളുടെ കളിമുറ്റം. ആ വാലിട്ടെഴുതിയ കടമഴികൾ തൻ കടാക്ഷ നിക്ഷേപം. അക്കടാക്ഷ നിക്ഷേപം, അക്കടാക്ഷ നിക്ഷേപം. അവളെ കണ്ടു കഴിഞ്ഞാലോ പ്രായം നല്ല മധുര 17.
ആഹാ, നമ്മുടെ നാട്ടിലും പെൺപിള്ളേരുണ്ട്. ഇവർക്ക് മധുരം 17 പകരം മധുരം 28 38 ഇങ്ങനെ അങ്ങ് കിടക്കുക. എന്നാൽ എവളങ്ങനല്ല. എവളെ കണ്ടു കഴിഞ്ഞാലോ ചിന്നിയ പൂങ്കുലകൊള്ളാൽ പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ മസന്ന ശിലോതലത്തിൽ മെല്ലിയൊട്ട് ചാഞ്ഞും വക്കിൽ കസവുമിന്നും ഉടയാട തെല്ല അളകോപരി വശത്താക്കി കയ്യിലൊരു കളിച്ചെണ്ടുമായി തങ്ക പങ്കജത്തെ വെല്ലുന്ന താങ്ക് യു. അടുത്തതായി വേദിയിലെത്തുന്നത് മലയാള സിനിമയിൽ പൊക്കമില്ലായ്മയാണ് തൻ്റെ പൊക്കമെന്ന് തെളിയിച്ച ഒരു കലാകാരനുണ്ട്, ശ്രീ കൊച്ചു പ്രേമൻ. പട്ടിയുണ്ടേ സൂക്ഷിക്കുക എന്ന പോലെ വീടിൻ്റെ മുമ്പിൽ കുട്ടിയുണ്ടേ മുണ്ടു പറിക്കുന്നു കൂടി ഒരു ബോർഡ് എഴുതി വെക്കണം. നട്ടപ്പാതിരായിക്കോ ഫലമൂലാദികളോ അവനെ വല്ലത്തെ കള്ളിപ്പറ്റവും കൊണ്ടുതരാം. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. താങ്ക് യു. പിന്നീട് വേദിയിലെത്തിയത് കൈരളി TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന JB ജംഗ്ഷനിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള ശ്രീ ബ്രിട്ടാസിനോടൊപ്പം ഇന്ന് വിസ്തരിക്കുവാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ വാനമ്പാടി ജാനകിയമ്മയുമാണ്. നമസ്കാരം ജാനകിയമ്മ. ഒരുപാട് തവണ പലരെയും ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജാനകിയമ്മ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരോടെങ്കിലും എപ്പോഴെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? അത് എന്താ? അതും ഇതൊന്നും പറയണ്ട, ഞാനിവിടെ സ്ക്രീനിൽ കൊണ്ട് കാണിക്കണോ? ആര് വന്നു കഴിഞ്ഞാലും ഞാൻ ആദ്യം ചോദിക്കുന്നത് പ്രണയം ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന്. ജാനകിയുടെ കാര്യത്തിലും മറുത്തല്ല. എന്താണ് അഭിപ്രായം, പറഞ്ഞോളൂ. അത് എന്താ, കേരളാവിൽ വന്ന അപ്പടി ഒന്നും പ്രണയം വച്ചാൽ അത് നല്ല ഒരു ഫീൽ താന്. അപ്പം അത് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ജാനകിയമ്മയ്ക്ക് നല്ലൊരു ഗാനം ആലപിക്കാമോ? അത് എന്താ മേലെ? നമ്മൾ ഒരുപാട് മേളിലാണല്ലോ ജാനകിയമ്മ നിൽക്കുന്നത്. ഇനി മേളിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ? അതല്ല, அந்த സോങ് പാടലെല്ലാം മേലെ മേലെ എന്ന് തുടങ്ങുന്ന പാട്ടെല്ലാം പാടലാം. ശരി, അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ജാനകിയമ്മ പാടാൻ പോകുന്നത് മേലെ മേലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നമുക്കൊന്ന് കേട്ടുകളയാം അല്ലേ? ഓക്കെ. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. സമൂഹം ഞങ്ങൾക്ക് കൽപ്പിച്ച് നൽകേണ്ടൊരു തൊഴിലാണ് കള്ള് കച്ചവടം. ഞങ്ങളാരോടും കള്ള് കുടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലോട്ട് പറയത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്